പ്രവാസലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക് ട്രൂപ്പിനെയാണ് അറേബ്യൻ ഫ്രെയിംസ് ഇനി പരിചയപ്പെടുത്തുന്നത്. യുഎയിലെ ഗായികയായ ലേഖ അജയുടെ നേതൃത്വത്തിലാണ് ബുള്ളറ്റ്സ് എന്ന ഈ മ്യൂസിക് ട്രൂപ്പ് സ്റ്റേജുകളെ ആവേശം കൊള്ളിക്കുന്നത്. ബുള്ളറ്റ്സിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ. പ്രവാസലോകത്തെ വേദികളിൽ നിറയുകയാണ് ബുള്ളറ്റ്സ് എന്ന മ്യൂസിക് ട്രൂപ്പ്. 2013 ബുള്ളറ്റ്സിന്റെ തുടക്കം. 10 പേരടങ്ങുന്ന സംഗീതക്കൂട്ടമാണ് ബുള്ളറ്റ്സ്. യുഎയിലെ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇവരെയെല്ലാം ഒരു ട്രൂപ്പിലേക്ക് ചേർത്തു നിർത്തിയത് ഗായികയായ ലേഖയും ഭർത്താവ് അജയുമാണ്. ഇന്ന് യുഎയിലെ മിക്ക വേദികളിലും ബുള്ളറ്റ്സിന്റെ പാട്ടും താളവുമുണ്ട്. 3 വർഷത്തോളം ഒരേ ട്രൂപ്പായിട്ടാണ് പോകുന്നത്. എല്ലാ ഓർക്കസ്ട്രക്കാരും സിംഗേഴ്സും എല്ലാം ഞങ്ങൾ ഒരുപോലെ 3 വർഷമായിട്ട് ഏകദേശം എല്ലാ എമിറേറ്റ്സുകളിലും പ്രോഗ്രാം ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി എങ്ങനെ എല്ലാവരെയും കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര വായിക്കുന്നവരെല്ലാവരും തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. സോ അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റുകളെ തന്നെയാണ് ഞങ്ങൾക്ക് ബുള്ളറ്റ്സിന് കിട്ടിയിരിക്കുന്നത്. ആരോസ് എന്നായിരുന്നു ആദ്യം ട്രൂപ്പിന്റെ പേര്. പിന്നീടത് ബുള്ളറ്റ്സ് ആയി മാറി. അസോസിയേഷനുകളുടെ വേദികൾക്ക് പുറമെ ഡെസേർട്ട് ക്യാമ്പുകളും പൊതുചടങ്ങുകളുമെല്ലാം ബുള്ളറ്റ്സിന്റെ മുഖ്യ വേദികളാണിന്ന്. വർഷത്തിന് മുമ്പ് ആക്ച്വലി ആരോസ് എന്ന് പറഞ്ഞ ഒരു ബാൻഡായിട്ട് ഒരു ചെറിയ ബാൻഡായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആരോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പ് എന്നുള്ളതിൽ നിന്നും കുറച്ചുകൂടെ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് വീര്യം കൂടിക്കോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഇതിന് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പുതുമയായിരുന്ന ഒരു പേരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ടാണ് ആ പേരിനുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാനുണ്ടായി. അസോസിയേഷൻ പ്രോഗ്രാമുകൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവാർഡ് നൈറ്റ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ പബ്ലിക് ഷോസുകൾ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ക്യാമ്പ്സുകളിലെ പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെയൊക്കെ പ്രൊമോഷൻ റിലേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കൂടുതലും അസോസിയേഷൻ പ്രോഗ്രാമുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സീസൺ 3 വരെ ഇപ്പോൾ നിൽക്കുന്നെങ്കിലും സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ നല്ലവരായ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രവാസി മലയാളികൾ ഞങ്ങൾ ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടീം ഇറങ്ങിയപ്പോൾ തന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾക്ക് പ്രോഗ്രാംസുകൾ ഒത്തിരി തന്നിട്ടുള്ളത്. ഏകദേശം എല്ലാ എമിറേറ്റ്സിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യവും തീർച്ചയായിട്ടും ബുള്ളറ്റ്സിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഫ്യൂഷൻ സോങ്ങോടെയാണ് ഗാനമേളകൾ ബുള്ളറ്റ്സ് ആരംഭിക്കുന്നത്. മലയാളത്തിനും ഹിന്ദിക്കും പുറമെ ബംഗാളി, അറബിക് തുടങ്ങിയ ഭാഷകളിലെ ഹിറ്റ് ഗാനങ്ങളും ആലപിക്കുന്നുവെന്നതാണ് ട്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഏകദേശം എല്ലാ ലാംഗ്വേജുകളും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈവൻ മലയാളം മാത്രമല്ല, തമിഴ്, ഹിന്ദി. ഇപ്പം സംടൈംസ് നമ്മൾ ക്യാമ്പ് ഷോകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവ ബംഗാളി ആയിക്കോട്ടെ, ശ്രീലങ്കൻ ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, അറബിക്, പഞ്ചാബി, കന്നഡ, തെലുങ്ക് എല്ലാ ലാംഗ്വേജുകളിലും സോങ്ങുകൾ ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ കവാലിയുടെ മാത്രം ചെയ്യാറുണ്ട്. പിന്നെ ഗസൽ ടൈപ്പ് ഓഫ് സോങ്സുകൾ ചെയ്യാറുണ്ട്. നാടൻ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഗ്മെന്റ്, മാപ്പിളപ്പാട്ട്. ഏകദേശം എല്ലാം അടങ്ങിയ ഒരു 3 മണിക്കൂറത്തെ ഷോ, കംപ്ലീറ്റ് ഷോ തന്നെയാണ് ഞങ്ങൾ ഓഡിയൻസിന് കൊടുക്കുന്നത്. ഞങ്ങളെപ്പോഴും ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ്കോഴ്സ് ഓർക്കസ്ട്ര ടീമിന്റെ ഒരു ഫ്യൂഷനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സിംഗേഴ്സിന്റെ ഒരു 2 സോങ്, ബാൻഡിന്റെ സോങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാൻഡിന്റെ സോങ് എടുത്ത് പാടുകയോ അല്ലെങ്കിൽ ഫിലിമിന്റെ സോങ് തന്നെ ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ
പാടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് സോളോ പെർഫോമൻസുകളാണ്. സോളോ ചിലപ്പം റിക്വയർമെന്റ്സുകൾ ഉണ്ടാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടും. സെമി ക്ലാസിക്കൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഇതിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പെപ്പി ആയിട്ടുള്ള സോങ്. സ്പെഷ്യൽ സെഗ്മെന്റുകളും പാട്ടിനൊപ്പമുള്ള ചുവടുവെപ്പുകളും കാണികളുടെ കയ്യടി നേടുന്ന ബുള്ളറ്റ്സിന്റെ പ്രിയ നമ്പറുകളാണ്. മറ്റ് ബാൻഡുകളിൽ കാണാത്ത ഒരു പ്രത്യേകത തന്നെയാണ് എന്നെടുത്ത് തന്നെ പറയാം. ബാൻഡിന്റെ സ്പെഷ്യൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ആ ഭാഗത്ത് ഞങ്ങൾ പ്രോപ്പർട്ടീസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സത്യത്തിൽ പാടിക്കൊണ്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നാൽ ബ്രീത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും സ്റ്റാൻഡ് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ പാടി പ്രോപ്പർട്ടീസും ഒക്കെ യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് കേൾക്കാനും കാണാനും ഒരു ഭംഗിയൊരുന്ന രീതിയിൽ ഓഡിയൻസിന് കൊടുക്കാനായിട്ടാണ് ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പ്രവാസ ലോകത്ത് ജോലി തിരക്കിലും വാരാന്ത്യ അവധി ദിനങ്ങൾ റിഹേഴ്സലിന് മാറ്റിവെക്കുന്നു. സംഗീതത്തിൽ ഒരുമിക്കുകയാണ് ബുള്ളറ്റ്സിലെ ഓരോ അംഗങ്ങളും. ബുള്ളറ്റ്സിന്റെ സംഗീതയാത്ര വിജയവീഥികൾ താണ്ടി ഇനിയും തുടരട്ടെ.